ഹായ് ഹലോ നമസ്കാരം. ഞാൻ രശ്മി സന്തോഷ്, CC ഇഗ്നൈറ്റിലെ മോണ്ടിസോറി ട്രെയിനറാണ്. അവധിക്കാലം ആയി അല്ലേ? അപ്പോൾ അവധിക്കാലം ആഘോഷിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങൾ വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ എൻകറേജിങ്ങും ആയിട്ടാണ് ഈ ഒരു അവധിക്കാലം അവർ ആഘോഷമാക്കാൻ പോകുന്നത്. ഒപ്പം നമ്മൾ പാരൻസിന് കുറച്ച് ടെൻഷനും അതുപോലെ തന്നെ തലവേദനയും ഉളവാക്കുന്ന ഒന്നാണ് ഈ ഒരു വെക്കേഷൻ അഥവാ അവധിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എൻകറേജിംഗ് ആയിട്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ ഈ ഒരു അവധിക്കാലം ആഘോഷമാക്കി തീർക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരോട് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ പറയുക. സോ അതനുസരിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഓരോ ദിവസം അവരുടെ എങ്ങനെ ആയിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ അവരെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാൻ അവരെ കൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കിക്കുക എന്നുള്ളതാണ്. അതിനൊപ്പം അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനും അവരെ ഒന്ന് ഗൈഡ് ചെയ്യാനുമായിട്ടാണ് നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ പറയുവാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അല്ലെ. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിന്റെ ഒരു ലൈഫ് ലോങ് വേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ പലതരം കളികളിൽ കുഞ്ഞുങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏർപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് തരത്തിലുള്ള അവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വിമ്മിങ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില സ്വിമ്മിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ നിർബന്ധമായും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ കാലത്ത് നമ്മൾ മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഹെൽത്തിനെയും വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കുകയുള്ളൂ. ഓക്കെ, രണ്ടാമതായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു റീഡിംഗ് ഹാബിറ്റ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാവിയിലേക്കുള്ള നല്ലൊരു മാറ്റത്തിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാപുസ്തകങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ചെറിയ ചെറിയ കഥകൾ അടങ്ങിയിരിക്കുന്ന ബുക്ക്, ഇതെല്ലാം തന്നെ നമ്മൾ അവർക്ക് ഡെയിലി എന്ന് പറഞ്ഞ പോലെ വായിക്കാനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് വളരെ ഇൻട്രസ്റ്റോടു കൂടി വായിക്കുകയും പിന്നെ അവിടെ നിന്ന് അവരുടെ ആ ഒരു വായന അവരതൊരു ശീലമാക്കിയെടുക്കുകയും ഒരു ഹാബിറ്റ് പോലെ ആക്കിയെടുക്കുകയും അതിനുശേഷം ചെറിയ ന്യൂസ് പേപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ മാഗസീൻസ് ആണെങ്കിലും ഇതുപോലെയെല്ലാം നമ്മൾ വായിക്കാൻ കൊടുക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുഞ്ഞുങ്ങൾ അത് വായിക്കുകയും അങ്ങനെ അവർക്ക് ആ ഒരു വായനാശീലം ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. സോ മൂന്നാമതായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയെ നമ്മൾ എൻകറേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ പല തരത്തിൽ കഴിവുകളുള്ള മക്കളാണ് അല്ലെ. അപ്പോൾ അവരുടെ ആ ഓരോ കഴിവിനും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കിയിരിക്കുന്ന ആ ഒരു ഹിഡൻ സ്കിൽസിനെ നമുക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങളുടെ ഈ ഒരു വെക്കേഷൻ കാലത്ത് നമ്മൾ സാധ്യമാക്കി കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പല കുട്ടികൾക്കും ക്ലേ മോഡലിംഗ് വളരെ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ അറിയാവുന്ന കുട്ടികളുണ്ടായിരിക്കും. സോ ഇതെല്ലാം തന്നെ നമ്മൾ പാരന്റ്സിന്റെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻട്രസ്റ്റ് ആക്കി ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു അവധിക്കാലം അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമ്മൾ മാതാപിതാക്കൾക്ക് കൂടുതൽ ഒരു തലവേദന ഇല്ലാത്ത രീതിയിലും ഈ ഒരു അവധിക്കാലത്തെ ആഘോഷമാക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാനും അവരുടെ ആ ഒരു താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും നമ്മൾ മാതാപിതാക്കൾക്കും ഗൈഡൻസ് ആവശ്യമാണ്. സോ ഇങ്ങനെയുള്ള ഗൈഡൻസ് നമുക്ക് പ്രാപ്തമാവുന്നത് ഇന്ന് മോണ്ടിസോറി TTCയിലൂടെയാണ്. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.